എല്ലാവർക്കും നമസ്കാരം. നമ്മൾക്കറിയാം, സ്കൂളുകളൊക്കെ തുറന്നു, കുഞ്ഞുങ്ങളൊക്കെ സ്കൂളുകളിലേക്ക് പോയി തുടങ്ങുകയാണ്. ഇത്രയും നാളും വഴികളൊക്കെ നമ്മൾക്ക് വിജനമായിട്ട് തോന്നും. എന്നാൽ ഇന്ന് എവിടെ നോക്കുമ്പോഴും നമ്മൾക്കറിയാം, കുഞ്ഞുങ്ങളിങ്ങനെ അതിലെതിരെയൊക്കെ ഇങ്ങനെ ഓടി നടക്കുന്നത് കാണാം അല്ലേ. അപ്പോൾ അവർ ഭയങ്കര ധൃതി പിടിച്ച് പോകുന്നവരുണ്ട്, നടന്നൊക്കെ പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്, വേറെ വാഹനങ്ങളിൽ പോകുന്നവരുണ്ട്. പിന്നെ ക്രോസ് ചെയ്തൊക്കെ പോകുമ്പോഴൊക്കെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ശ്രദ്ധിക്കാറില്ല. ചിലപ്പോൾ അങ്ങേ ക്രോസ് ചെയ്ത് പോകും. അപ്പോൾ വാഹനം ഓടിക്കുന്നവർ ശ്രദ്ധിക്കണമെന്ന് എല്ലാവരും പറയാറുണ്ട്. എന്തുകൊണ്ടോ ഇന്നത്തെ ഈ തിരക്ക് പിടിച്ച കാലത്ത് അതൊന്നും ആരും അത്ര മൈൻഡ് ചെയ്യാറില്ല. അതുകൊണ്ട് എപ്പോഴും അപകടങ്ങൾ പതിയിരിക്കുന്ന ഒരു സമയവും കൂടിയാണ് അല്ലേ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്ന സമയം എന്ന് പറയുന്നത്. കുഞ്ഞുങ്ങൾക്കൊക്കെ അപകടം പതിയിരിക്കുന്ന ഒരു സമയം തന്നെയാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത്. അതിൻ്റെ കൂട്ടത്തിൽ എന്താണ്, മഴക്കാലവും കൂടെ വരികയാണ്, മഴക്കാലവും കൂടിയാണല്ലോ. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ എന്താ പറയുക, ഒരു പ്രൊട്ടക്ഷൻ വളരെ അത്യാവശ്യമാണല്ലേ. അപ്പോൾ ഓർക്കുക, 24 മണിക്കൂറും കുഞ്ഞുങ്ങളുടെ ചുറ്റും ആയിരിക്കാൻ മാതാപിതാക്കൾക്ക് ഒരിക്കലും കഴിയത്തില്ല. അതുകൊണ്ട് എന്താണ്, നമ്മൾക്ക് അറിയാം, നമ്മൾക്ക് എല്ലാ വിധത്തിലും പ്രൊട്ടക്ഷൻ തരുവാൻ കഴിയുന്ന ഒരാളാരാണ്? ദൈവം മാത്രമാണല്ലേ. ആ ദൈവത്തിന് മാത്രമേ കുഞ്ഞുങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുവാനായിട്ട് കഴിയത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. നമ്മുടെ സങ്കീർത്തനം 127:3 എന്താ പറഞ്ഞിരിക്കുന്നത്? മക്കളെ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മക്കൾ എന്ന് പറയുന്നത് യഹോവയുടെ അവകാശം അല്ലേ, യഹോവ നമ്മൾക്ക് തരുന്ന അവകാശമാണ്, ഉദരഫലം ദൈവം തരുന്ന പ്രതിഫലമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ ദൈവം ഓരോരുത്തരുടെയും കരത്തിലോട്ട് ഏൽപ്പിക്കുമ്പോൾ അതിനെ വേണ്ടുന്നതുപോലെ സംരക്ഷിക്കേണ്ട ചുമതലയും ആർക്കുള്ളതാണ്? പേരൻസിനുള്ളതാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ പേരൻസ് ആയിട്ടിരിക്കുന്നവർ തിരിച്ചറിയുക. ഓക്കെ, അപ്പോൾ ഈ അവസരത്തിൽ നമ്മൾ എന്താണ്, സ്കൂൾ തുറന്നു, കുഞ്ഞുങ്ങളെ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മൾ കടപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം പേരൻസ് ആയിട്ടിരിക്കുന്നവർ മറന്നു പോകരുത്. പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. അതല്ലാതെ ഈ വിഷയത്തിനകത്ത് നമ്മൾക്കൊന്നും ചെയ്യുവാനില്ല. കാരണം നമ്മൾ ചെയ്യേണ്ടതൊക്കെ നമ്മൾ ചെയ്യുക. എന്നാൽ ഇവർ നടക്കുമ്പോഴും പോകുമ്പോഴും വരുമ്പോഴും അല്ലേ, ഇവർ സ്കൂളിലായിരിക്കുമ്പോഴൊക്കെ അവരുടെ കൂട്ടത്തിലിരിക്കുവാൻ നമ്മൾക്ക് കഴിയുമോ? ഇനി ഒരുപാട് കുട്ടികളുണ്ട്, അവരുടെ മേലെ ടീച്ചേഴ്സിൻ്റെ കണ്ണ് പതിയത്തുമില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ പിള്ളേർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി കൂടുക. അപ്പോൾ അതിനകത്തൊക്കെ ഈ പിള്ളേർക്ക് എന്തെങ്കിലും അപകടങ്ങളൊക്കെ സംഭവിക്കുന്നതുകൊണ്ട് നമ്മൾക്കറിയാം, ഇപ്പോൾ സ്കൂളുകളിലൊക്കെ എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത്. എത്ര കുഞ്ഞുങ്ങളാണ് ഓരോ അടിയും ഇടിയൊക്കെ ഉണ്ടായിട്ട് അവർക്ക് വിഷയങ്ങളുണ്ടാകുന്നത്. എനിക്ക് കുറേ നാളുകൾക്ക് മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗൾഫ് പ്രദേശത്ത് ഒരു കുഞ്ഞിനെ, ഒരു 1ാം ക്ലാസ്സിലെങ്ങാണ്ട് പഠിക്കുന്ന ഒരു കുഞ്ഞിനെ ബാക്കി സഹപാഠികൾ ഇടിച്ചു. അപ്പോൾ അവർ ഇടി കൂടിയ സമയത്ത് ഇതിൻ്റെ മർമ്മസ്ഥാനത്തെങ്ങാണ്ട് കൊള്ളുകയും അങ്ങനെ ഈ കുഞ്ഞ് മരിച്ചു പോവുകയും അതിൻ്റെ തലയ്ക്കും പ്രശ്നം സംഭവിക്കുകയും തല ഇങ്ങനെ പൊട്ടി അവിടെ ബ്ലഡ് ക്ലോട്ട് ആകുകയും ആ കുഞ്ഞ് മരണപ്പെടുവാനൊക്കെ ആയിട്ട് ഇടയായി തീർന്നു. 1ാം ക്ലാസ്സിൽ പഠിക്കുന്നവനാണ്. അപ്പോൾ ഈ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നവനെ ഇടിച്ചതും ആ ഒരു ലെവലിലുള്ള പിള്ളേർ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഓർക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ അവർ നടക്കുമ്പോൾ, മഴക്കാലമാണ്, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുമ്പോൾ, ഓടി കളിക്കുമ്പോഴൊക്കെ തലയിടിച്ച് വീഴാനൊക്കെയുള്ള ചാൻസുകളൊക്കെ ഉണ്ട്. ഓരോന്നും പേരൻസ് ആയിട്ടിരിക്കുന്നവർ കരുതുക തന്നെ വേണം. അപ്പോൾ ഇവിടെയൊക്കെ സ്കൂളിലൊക്കെ പോയിട്ടും 24 മണിക്കൂറും പിള്ളേർക്ക് കാവലിരിക്കുവാൻ പേരൻസിനെ കൊണ്ട് കഴിയത്തില്ല. ഇനി അങ്ങനെ തയ്യാറായി പേരൻസ് ചെന്നാൽ പോലും സ്കൂളിൻ്റെ കോമ്പൗണ്ടിനകത്തോട്ട് അവർ കയറ്റത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് എന്താണ്, നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? പ്രാർത്ഥിക്കുക, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു പോംവഴിയും നമ്മളുടെ മുൻപിൽ ഇല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇനി അടുത്തത് എന്താണ്? പണ്ടൊക്കെ എന്ന് വെച്ചാൽ കേട്ടുകേൾവി ഇല്ലാത്തതല്ലേ, കുഞ്ഞുങ്ങളൊക്കെ പോയിട്ട് ആത്മഹത്യ ചെയ്യുക. അവർക്ക് സ്ട്രെസ്സ് താങ്ങാൻ പറ്റുന്നതില്ല. പിന്നെ എന്താണ്, എടുത്തുചാട്ടം. ഇപ്പോൾ ചെറിയ കുഞ്ഞുങ്ങൾക്ക് എന്താ ടെൻഷൻ എന്ന് നമ്മൾ വിചാരിക്കും അല്ലേ. അപ്പോൾ അവരോടൊക്കെ ഒന്ന് സംസാരിച്ച് കഴിയുമ്പോൾ അറിയും, ഭയങ്കര ടെൻഷനാണ്. നമ്മൾ ടീച്ചേഴ്സിനോട് ചോദിച്ചാൽ അറിയാം, പിള്ളേരെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനോട് ചോദിച്ചാൽ അറിയാം. അവർ പറയും പിള്ളേർ ഭയങ്കര ടെൻഷനാണെന്ന് പറയുന്നു. ഭയങ്കര ടെൻഷനാണ് ടീച്ചറെ. ചില ടീച്ചേഴ്സ് ഉണ്ടല്ലേ, കുഞ്ഞുങ്ങളെ നല്ലപോലെ ശ്രദ്ധിക്കുന്ന ടീച്ചേഴ്സുണ്ട്. അപ്പോൾ അവർ പിള്ളേരുടെ ഓരോ മുഖചലനങ്ങളും അവർക്ക് മനസ്സിലാകും. അപ്പോൾ എന്താ കാര്യമെന്ന് തിരക്കി കഴിയുമ്പോൾ അവർ പറയും, ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനാണ്, സ്ട്രെസ്സാണ് എന്നൊക്കെ ഈ കുഞ്ഞുങ്ങൾ പറയും. അപ്പോൾ നമ്മൾ വിചാരിക്കും, എന്താണ് ഇവർക്ക് ഇതിന് മാത്രം വലിയ ടെൻഷൻ, ഇവർക്ക് എന്താണ് ഇതിന് മാത്രം വലിയ സ്ട്രെസ്സ് എന്നൊക്കെ വിചാരിക്കും. എന്നാൽ ഇന്നത്തെ ഈ ലോകം എന്ന് പറയുന്നതും ഈ സ്കൂൾ കാലഘട്ടം എന്ന് പറയുന്നതൊക്കെ ഒരു മത്സരമാണല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരമാണ്. ടീച്ചേഴ്സ് കുഞ്ഞുങ്ങളെ നന്നായി പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അവരുടെ മേലെ സ്ട്രെസ്സായിട്ട് അവർക്ക് ഓരോ ഹോംവർക്കുകൾ കൊടുക്കും. പണ്ടൊക്കെ കൊടുക്കുന്ന പോലെ ചെറിയ ചെറിയ ഹോംവർക്കുകളൊന്നുമല്ല, ഇന്ന് ഒരുപാട് ഹോംവർക്കുകൾ അവർക്കുണ്ടാകും. അപ്പോൾ ഇതെല്ലാം കാണുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾക്ക് ആകെ വിഷമമാണ്. കാരണം ഇവർക്ക് സ്കൂളിൽ നിന്നും പഠിച്ചിട്ട് വരുന്നു, അതുകൂടാതെ ട്യൂഷന് പോകുന്നു, വീട്ടിൽ വന്നിട്ട് ഹോംവർക്കുകളും കാര്യങ്ങളും ചെയ്യണം. ഇതിൻ്റെ ടെൻഷൻസ് ഒരു ഭാഗത്തും, മറുഭാഗത്ത് എപ്പോഴും പഠനം 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 എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി വേറൊരു ഭാഗത്ത് ഈ ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരും സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. എങ്ങനെയാണ് അവരുടെ സ്കൂളിൻ്റെ റെപ്യൂട്ടേഷനെ ബാധിക്കാതിരിക്കത്തക്കവണ്ണം സ്കൂളിൻ്റെ ഒരു 100% വിജയം ഉണ്ടാകണം എന്നൊക്കെ പറഞ്ഞു
പറഞ്ഞുകൊണ്ട് ഇവരുടെ മേലും വലിയ 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 സമ്മർദ്ദങ്ങൾ ഇവരും അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഓർക്കുക, ഇവരുടെ ഈ സമ്മർദ്ദങ്ങൾ മുഴുവൻ ഇവർ ആരുടെ തലയിലോട്ടാണ് ഇടുന്നത്? കുഞ്ഞുങ്ങളുടെ തലയിലോട്ടാണ് ഇടുന്നത്. ഇനി വീടുകളിലോട്ട് വന്നു കഴിയുമ്പോഴും പേരൻസിൻ്റെ സമ്മർദ്ദങ്ങൾ മുഴുവൻ എങ്ങോട്ടാണ് പോകുന്നത്? അതും കുഞ്ഞുങ്ങളുടെ തലയിലോട്ടാണ് പോകുന്നത്. കാരണം നമ്മൾ ശ്രദ്ധിക്കാതിരിക്കും. വീട്ടിൽ നടക്കുന്ന ഓരോ വിഷയങ്ങളും ഇവർ നല്ല കാര്യമായിട്ടും ഇവരത് വാച്ച് ചെയ്യുന്നുണ്ടാകും. ഇവരുടെ മുഖഭാവങ്ങളൊക്കെ മാറുന്നുണ്ടാകും. ഇവരുടെ മൈൻഡ് ആകപ്പാടെ ഫെഡപ്പ് ആകുന്നുണ്ടാകും. ഇതൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മൾക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണല്ലേ. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ ഇവർക്ക് ടെൻഷൻ, എന്താ പറയുക, സ്കൂളിൽ ടെൻഷൻ. ഇനി മറ്റൊരു വശത്ത് എന്താണ്, ഈ എല്ലാവരുടെയും ടെൻഷൻ തീർക്കുന്നത് ഈ കുഞ്ഞുങ്ങളുടെ മുഖത്തോട്ടാണ്. കാരണം എന്താണ്, അവർ പ്രതികരിക്കത്തില്ല. അവരെയും കൊണ്ട് പ്രതികരിക്കുവാനായിട്ട് കഴിയത്തില്ല. അവർക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് കരയുക മാത്രമേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അവരുടെ മേലോട്ടാണ് എല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നത്. അത് നമ്മൾ ഓർക്കുക. ഇന്നത്തെ കാലഘട്ടത്തിലും എന്തോരം എന്താ പറയുക, നമ്മളുടെ ഈ യൂട്യൂബ് അതുപോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം ഒന്നും ഇപ്പോൾ തുറക്കാൻ പോലും പറ്റത്തില്ല. കാരണം കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന വീഡിയോകളാണ് മുഴുവൻ കാണുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടുവല്ലോ, ഒരു പിഞ്ചു കുഞ്ഞിന് ഒരുത്തൻ എന്താ പറയുക അവൻ്റെ സൂക്കേട് മുഴുവൻ തീർത്തത് ആ കുഞ്ഞിൻ്റെ മേത്തോട്ടായിരുന്നു. അതൊക്കെ നമ്മൾ കണ്ടു. എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ മുഴുവൻ എന്താണ്, ഭയങ്കരമായിട്ട് മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടവും കൂടിയാണിത്. ആരുടെ അടുത്തും കുഞ്ഞുങ്ങളെ വിടാൻ പറ്റത്തില്ല. കുടുംബത്തിനകത്ത് പോലും കുഞ്ഞുങ്ങളെ സുരക്ഷിതരല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് നമ്മൾ തിരിച്ചറിയുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടു. 2 ദിവസം എൻ്റെ ഉറക്കത്തെ കെടുത്തിയൊരു വീഡിയോ ആണ്. ഇവിടെയൊന്നുമല്ല, നോർത്തിലെങ്ങാണ്ടാണ്. ഇനി നോർത്തിൽ നിന്ന് ഇവിടെ വന്ന് താമസിക്കുന്ന ഏതെങ്കിലും ആണോ എന്നറിയത്തില്ല. എന്തായാലും ഹിന്ദിക്കാരുടെ വീഡിയോ ആണ്. ഒരു തള്ള കിടന്നിട്ട് ഒരു കുഞ്ഞിനെ ബക്കറ്റിനകത്ത് മുക്കുകയാണ്. ഒരു കുഞ്ഞാണ്. അതിനെ ബക്കറ്റിനകത്ത് മുക്കി പിടിക്കുന്നത്. ഈ വീഡിയോ എടുത്തവൻ ആരാണെന്ന് മനസ്സിലാകുന്നില്ല. ആദ്യത്തെ ക്രിമിനൽ എന്ന് പറയുന്ന ആ വീഡിയോ എടുത്ത ആളാണ്. അതാരാണ്? ഇനി ഏതെങ്കിലും ഇച്ചിരി മുതിർന്ന ഏതെങ്കിലും പിള്ളേരെടുത്ത വീഡിയോ ആണോ എന്നൊന്നും അറിഞ്ഞുകൂടെ. ഈ തള്ള ആ കൊച്ചിനെ ബക്കറ്റിനകത്ത് ഇങ്ങനെ മുക്കി പിടിക്കുകയാണ്. എന്നിട്ട് അത് തെറിച്ച് അതിനകത്ത് അതിന് ശ്വാസം മുട്ടിയിട്ട് അത് മറിഞ്ഞിങ്ങോട്ട് വീഴുന്നു. എന്നിട്ട് അതിൻ്റെ പൊക്കത്തിലോട്ട് ആ ബക്കറ്റ് മറിഞ്ഞു വീഴുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു വീഡിയോ കണ്ട് എൻ്റെ 2 ദിവസത്തിന് എൻ്റെ ഉറക്കത്തെ കെടുത്തിയ ഒരു വീഡിയോ ആയിരുന്നു അത്. അപ്പോൾ ഓർക്കുക, ഇതുപോലെയുള്ള ഒരുപാട് കുഞ്ഞുങ്ങൾ ഇങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എന്താണ്, കുഞ്ഞുങ്ങൾ വളരെയധികം ഇതുപോലെ എന്താ പറയുക ഉപദ്രവിക്കപ്പെടുന്നുണ്ടല്ലേ പേരൻസിൻ്റെ കയ്യിൽ നിന്നും. ഇനി അതുകൂടാതെ എന്താണ്, ഇവരെ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോകുന്ന മാഫിയകളും അതൊക്കെ ഇന്ന് ഒത്തിരി സജീവമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓർക്കുക, നമ്മൾ വിചാരിക്കുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ സേഫ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പിള്ളേരില്ല, ഞങ്ങൾ ചെറുപ്പക്കാരാണ്, പിള്ളേരില്ല, അതുകൊണ്ട് നമ്മൾ സേഫാണ് എന്നൊക്കെ നമ്മൾ വിചാരിക്കും. അങ്ങനെ നമ്മൾ വിചാരിക്കരുത് കേട്ടോ. കാരണം ഓരോ വീഡിയോ കാണുമ്പോഴും എന്താണ്, അത് നമ്മുടെ കുഞ്ഞുങ്ങളൊന്നും അല്ലെങ്കിൽ പോലും നമ്മളുടെയൊക്കെ ഹൃദയം തകരുകയാണ്. എന്ന് വെച്ചാൽ മനസാക്ഷിയുള്ളവർക്കും ഇതൊന്നും കണ്ടു നിൽക്കുവാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ള കുഞ്ഞുങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഒരു തീരുമാനം നമ്മൾ എടുക്കുന്നത് വളരെ നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ എടുക്കാതെ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒന്നാമത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു 12 വയസ്സും അതിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഒരു ഗൈഡൻസ് ദൈവം എനിക്ക് തരികയും ആ ഒരു മിനിസ്ട്രി ദൈവം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യണമെന്നുള്ള അതിയായ ആഗ്രഹത്തോടെ ഇരിക്കുന്നു. ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളാണ്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ലോകം മുഴുവനുമുള്ള 12 വയസ്സും അതിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു വെറുതെ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, അവർക്ക് വേണ്ടി ഉപവസിക്കുകയും കൂടി ചെയ്യണം എന്നുള്ളൊരു തീരുമാനം ഞാൻ എടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളിലും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു നേരമെങ്കിലും ഒരു നേരം, ഇനി 2 നേരം, എങ്ങനെയാണ് നമ്മളുടെ ആരോഗ്യം പോലെ ഇരിക്കാമെന്ന് ഇങ്ങനെ ഞാൻ ദൈവസന്നിധിയിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ലോകം മുഴുവനുള്ള 12 വയസ്സും അതിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കാം എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളിലും എന്നും ഒരു തീരുമാനം ദൈവസന്നിധിയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ നിങ്ങളോട് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ആരെങ്കിലും അതിൻ്റെ കൂട്ടത്തിൽ ചേരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആരും അറിയേണ്ട, നമ്മളുടെ വീടുകളിലിരുന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. അപ്പോൾ എന്താണ്, ഇവിടെ ഇരുന്ന് ഒരാൾ എടുക്കുന്നു, അടുത്ത വീട്ടിലിരുന്ന് വേറൊരാൾ എടുക്കുന്നു, ഇങ്ങനെ ഒത്തിരി അല്ലേ. അപ്പോൾ ആ ഒരു ദിവസം ഇപ്പോൾ ചൊവ്വാഴ്ച തന്നെ എടുക്കണമെന്നില്ല, വേറെ ദിവസങ്ങൾ മാറിയാണെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം ഒരു നേരമെങ്കിലും നമ്മൾ ഭക്ഷണം ഉപേക്ഷിച്ചും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി ലോകം മുഴുവനുള്ള 12 വയസ്സും അതിന് താഴെയുള്ള, അത് എന്നെ ഏൽപ്പിച്ച ഒരു മിനിസ്ട്രിയാണ്. 12 വയസ്സും അതിന് താഴെ, അവരും അതിൻ്റെ പൊക്കത്തിലും വയസ്സുള്ളവരുടെ 13 വയസ്സും 14 വയസ്സും ഒക്കെ ഉണ്ടല്ലേ. അപ്പോൾ ആ കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾക്കൊരു തീരുമാനം എടുക്കാമെന്ന് ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ട് നിങ്ങളും കൂടെ ഒന്ന് ആ ഒരു സമയത്ത് ഒരു നേരമെങ്കിലും ഒരു ആഹാരം വെടിഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. കാരണം ലോകം മുഴുവനുള്ള കുഞ്ഞുങ്ങളല്ലേ, എല്ലാ കുഞ്ഞുങ്ങളാണ്, അവർക്കൊന്നും അറിഞ്ഞുകൂടാ, അവർ നിസ്സഹായരാണ് അല്ലേ. അവരെ ഉപദ്രവിച്ചാൽ അവർക്ക് കരയാൻ മാത്രമേ കുഞ്ഞുങ്ങൾക്ക് കഴിയത്തുള്ളൂ. നമ്മൾക്കൊന്ന് പ്രാർത്ഥിക്കാം, മതവും ജാതിയും ഒന്നും നോക്കാതെ എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും നമ്മൾക്കൊന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് അറിയുമ്പോൾ, നമ്മളുടെ ഭവനങ്ങളിലുള്ള കുഞ്ഞുങ്ങളെയും ദൈവം സംരക്ഷിക്കുമല്ലേ. ആ പ്രാർത്ഥനയ്ക്കകത്ത് ആര് വരും? നമ്മളുടെ പ്രിയപ്പെട്ടവരുടെയും, നമ്മൾക്ക് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരുടെ
കൂട്ടുകാരുടെ അല്ലെങ്കിൽ നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ കുഞ്ഞുങ്ങളൊക്കെ അതിനകത്ത് പെടുമെന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് ആർക്കെങ്കിലും ഒരു പ്രയോജനം ആകുന്നുവെങ്കിൽ നിങ്ങൾ എന്താ പറയുക, പ്രചോദനമാകുന്നുവെങ്കിൽ നിങ്ങൾ ഒന്ന് സഹകരിക്കുക. നിങ്ങളെ ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം, ഞാൻ ഇരിക്കുന്നത് ചൊവ്വാഴ്ചയാണ്, അത് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ ഓരോ ദിവസവും ഒന്ന് നിങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ ഒരു നേരമെങ്കിലും, നമ്മൾ ചത്തൊന്നും പോകത്തില്ലല്ലോ, രാവിലെ തൊട്ട് ഉച്ച വരെ ഭക്ഷണം കഴിക്കാതിരുന്നാൽ ഒന്നും പറ്റത്തില്ല. ഇനി രാവിലെ തൊട്ട് ഒരു ഡേ ഫുള്ളിരുന്നാലും ഒന്നും പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ നമ്മൾ ഒരു ദിവസം ഒന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇരിക്കാം. കാരണം ഇനി വളർന്നു വരുന്ന തലമുറകളല്ലേ, അവരെ നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ട് പിശാച് വളരെ തന്ത്രപൂർവ്വം കെണി ഒരുക്കുകയാണ്. അവരെ ലഹരിക്ക് അടിമയാക്കുവാൻ വേണ്ടിയിട്ട് അവരെ യൂട്യൂബൊക്കെ തുറന്നാലല്ല, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാന്ന് പറഞ്ഞിട്ടുള്ള കുറേ വീഡിയോകളൊക്കെ കാണുമ്പോൾ ചിലരൊക്കെ ഒരു മര്യാദയുമില്ലാതെ മോശം ഭാഷകളൊക്കെ പ്രയോഗിച്ച് കുഞ്ഞുങ്ങളെ അങ്ങ് അട്രാക്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് വീഡിയോകൾ ചെയ്യണം. അപ്പോൾ കാണുമ്പോൾ അതവർ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന വീഡിയോകളാണ്, പക്ഷേ അതിനകത്ത് അവർ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷയൊക്കെ വളരെ വൃത്തികെട്ട ഭാഷകളാണ്. അപ്പോൾ ഇതൊക്കെ കുഞ്ഞുങ്ങളെ സ്വാധീനിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഈ ലോകത്തിലുള്ളതൊന്നും കുഞ്ഞുങ്ങളെ സ്വാധീനിക്കാതെ നല്ല തലമുറകളായിട്ട് ഒരു സമൂഹം വളർന്നു വരുവാനായിട്ട് ഉള്ളൊരു ഉത്തരവാദിത്വം നമ്മളുടെയൊക്കെ മേലുണ്ട്. അപ്പോൾ നമ്മൾ അതിനായിട്ട് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം അതിന്മേൽ പ്രവർത്തിക്കുമെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ഇനി ഞാൻ കുറച്ച് വചനങ്ങളൊന്ന് പറയാം, ആർക്കെങ്കിലും പ്രയോജനമാകുമെങ്കിൽ. ഇനി പെട്ടെന്ന് തപ്പിയെടുത്തിട്ട് കിട്ടിയില്ലെങ്കിൽ കുറച്ച് വചനങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ബാക്കി നിങ്ങൾക്കറിയാവുന്ന വചനങ്ങളൊക്കെ വെച്ച് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക. ഞാൻ ആ വചനം ഒന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നമ്മളുടെ കുടുംബത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ ലോകം മുഴുവനുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾക്കൊന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ കുഞ്ഞുങ്ങളുടെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് എന്തെങ്കിലും സംഭവിച്ചിട്ട് നമ്മൾ കരയുന്നതിനെ കഴിഞ്ഞ് മുൻപേ എന്താണ്, നമ്മളൊന്ന് സംഭവിക്കാതെ ദൈവസന്നിധിയിൽ നമ്മൾ കരയുവാനായിട്ട് തയ്യാറായാൽ കുഞ്ഞുങ്ങളെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ദൈവത്തിൻ്റെ. ഇനി ചിലർ ചോദിക്കും, എന്താ അല്ലാതെ ദൈവത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ മേലെന്ന്. അങ്ങനെയൊന്നും നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് കാര്യമില്ല. കാരണം എന്താണെന്നറിയാമോ, ദൈവത്തിന് എല്ലാ കുഞ്ഞുങ്ങളെക്കുറിച്ചും കൺസേൺ ഉണ്ട്, അത് സത്യമാണ്. പക്ഷേ ഈ ലോക ജീവിതത്തിലായിരിക്കില്ല, ചിലപ്പം അവരെ പെട്ടെന്ന് അങ്ങ് കൊണ്ടുപോയിട്ടായിരിക്കും ചിലപ്പം ദൈവത്തിൻ്റെ പദ്ധതി നിറവേറ്റുന്നത്. അതൊന്നും നമ്മൾക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ നമ്മൾക്ക് എന്താണ് അല്ലേ, നമ്മൾക്ക് സഹിക്കുവാൻ പറ്റുമോ? നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ, നമ്മളുടെ ആരുടെയെങ്കിലും കുഞ്ഞുങ്ങളൊക്കെ പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നത് നമ്മൾക്ക് സഹിക്കുവാനായിട്ട് പറ്റുമോ? പറ്റത്തില്ലല്ലേ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ലോകത്തിൽ അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവർക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കുവാൻ, അവർക്ക് ദീർഘായുസ് ലഭിക്കുവാനൊക്കെ നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് തന്നെ നമ്മൾ തയ്യാറാകുക. അതുകൊണ്ട് മുടന്ത ന്യായങ്ങൾ നമ്മൾ ആയിട്ട് വരരുത്. എന്ന് വെച്ചാൽ ദൈവം അവർ കണ്ടില്ല, ദൈവം കണ്ടില്ല. ദൈവത്തിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാലാണ് ദൈവം നമ്മൾക്ക് സംരക്ഷണം തരുന്നത്. അല്ലാതെ ചുമ്മാ നമ്മൾ കൈയും കെട്ടി ഇരുന്നിട്ട് ദൈവം അങ്ങ് സംരക്ഷിക്കുമെന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കരുത്. നമ്മൾ ദൈവത്തെ പരീക്ഷിക്കാനായിട്ട് പോകണ്ട. നമ്മൾ എന്താണ്, ദൈവസന്നിധിയിൽ നമ്മൾ താഴുവാൻ, പ്രാർത്ഥിക്കുവാൻ നമ്മൾ തയ്യാറാകുക. ഓക്കെ. അപ്പോൾ എന്താണ്, സങ്കീർത്തനം 112:2 പറയുകയാണ്, നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും, ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിലുണ്ടാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ആദ്യത്തേത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യണം കേട്ടോ. എന്താണ്, നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ ഓരോ പേരൻസും വിചാരിക്കുക, നമ്മൾ നേരുള്ളവരാകണമെങ്കിലേ നമ്മളുടെ തലമുറകളും നേരുള്ളവരായിട്ട് മാറത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയണം കേട്ടോ. എല്ലാ വചനങ്ങളിലും അതാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം പേരൻസ് നന്നാകണം, എന്നാലേ കുഞ്ഞുങ്ങൾ നന്നാകത്തുള്ളൂ എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകുന്നുണ്ടെങ്കിൽ നമ്മളങ്ങ് പ്രാർത്ഥിച്ചങ്ങ് ദൈവത്തിൻ്റെ കരത്തിലോട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവം മടക്കി കൊണ്ടുവന്നോളും കേട്ടോ. പക്ഷേ നമ്മൾ ക്ലിയർ അല്ല എങ്കിൽ ആദ്യം നമ്മൾ ക്ലിയർ ആകണം, എന്നിട്ടേ കുഞ്ഞുങ്ങളെ ദൈവം മടക്കി കൊണ്ടുവരത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് ഒരു വചനമാണ് സങ്കീർത്തനം 112:2, നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും, ഐശ്വര്യ സമ്പത്തും അവൻ്റെ വീട്ടിലുണ്ടാകും. അപ്പോൾ ഈ വചനമൊക്കെ വെച്ച് നമ്മളങ്ങ് പ്രാർത്ഥിക്കുക. റിപ്പീറ്റഡ് ആയിട്ട് ഈ വചനം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുക. ഇനി അടുത്തത് എന്താണ്, സങ്കീർത്തനം 125:3 പറയുന്നത് ഇതാണ്, നീതിമാന്മാർ നീതികേടിലേക്ക് കൈനീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ ഇരിക്കുകയില്ല. നമ്മൾ നേരത്തെ കേട്ടത് എന്താണ്, മക്കൾ എന്താണ്, യഹോവ നൽകുന്ന അവകാശമാണല്ലേ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, നീതിമാന്മാർ നീതികേടിലേക്ക് കൈനീട്ടാതിരിക്കേണ്ടതിനും ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ ഇരിക്കുകയില്ല. എന്ന് വെച്ചാൽ നമ്മളുടെ തലമുറകളുടെ മേൽ ദുഷ്ടൻ്റെ ചെങ്കോൽ ഇരിക്കരുത്. നമ്മൾക്കറിയാം, എന്താ പറയുക, പലരും ഇന്ന് മയക്കുമരുന്നിനും മദ്യത്തിനുമൊക്കെ അടിമകളായിട്ട് പിള്ളേർ പോകുന്നുണ്ടല്ലേ. അപ്പോൾ അതൊക്കെ എന്താണ്, ദുഷ്ടൻ്റെ ചെങ്കോലുകളാണ്, ദുഷ്ടൻ്റെ നുഖങ്ങളാണ് കുഞ്ഞുങ്ങളുടെ മേൽ വെച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ വചനം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചോണം. ഇനി അടുത്തത് എന്താണ്, സങ്കീർത്തനം 144:12 പറയുന്നു, ഞങ്ങളുടെ പുത്രന്മാർ ബാല്യത്തിൽ തഴച്ചു വളരുന്ന തൈകൾ പോലെയും ഞങ്ങളുടെ പുത്രിമാർ അരമനയുടെ മാതിരിയായി കൊത്തിയ മൂലത്തൂണുകൾ പോലെയും ഇരിക്കട്ടെ. അത് അവരെ അനുഗ്രഹിച്ചിട്ടുള്ള വചനമാണ്. അപ്പോൾ ആ വചനവും നമ്മളിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഇനി അടുത്തത് എന്താണ്,
സങ്കീർത്തനം 37:25 പറയുന്നു, നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. ആ വചനം വെച്ച് പ്രാർത്ഥിച്ചോണം. ആദ്യത്തെ വാക്ക് നമ്മൾ മറക്കരുത്, നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും. അപ്പോൾ നമ്മൾ എന്തായിരിക്കണം? നമ്മൾ നീതിമാന്മാരായിരിക്കണം എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. ഓക്കെ, അപ്പോൾ ആ വചനം വെച്ച് പ്രാർത്ഥിക്കുക. അടുത്തത് എന്താണ്? ഏഷ്യ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിനകത്ത് പറയുകയാണ്, നിന്റെ മക്കളെല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും നിന്റെ മക്കളുടെ സമാധാനം വലിയതുമായിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞുങ്ങളുടെ സമാധാനത്തെ കെടുത്തുന്ന പലതും ഇന്നും അവരനുഭവിക്കുന്നുണ്ട്. സ്കൂളുകളിലാണെങ്കിലും വീടുകളിലാണെങ്കിലും അവരനുഭവിക്കുന്നുണ്ട്. നമ്മൾക്കത് തിരിച്ചറിയാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുക. അവർക്ക് സമാധാനം ഉണ്ടാകണം. സമാധാനം ഉണ്ടായാലേ അവർക്ക് നല്ല കുഞ്ഞുങ്ങളായിട്ട് വളർന്നു വരുവാനായിട്ട് പറ്റത്തുള്ളൂ. അവർക്ക് നന്നായിട്ട് പഠിക്കുവാനായിട്ട് പറ്റത്തുള്ളൂ. അവർക്ക് സ്കൂളിൽ ശ്രദ്ധിക്കുവാനായിട്ടൊക്കെ പറ്റത്തുള്ളൂ. അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ സമാധാനം വളരെ വലുതാണ്. അതുകൊണ്ട് ഈ വചനം നമ്മൾ മറക്കാതെ ഈ വചനം വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. അതുകൂടാതെ അതിന് വേണ്ടുന്ന അവസരങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കുക. ഓക്കെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ സമാധാനത്തെ കെടുത്തുന്നവരാകാതെ, അത് ടീച്ചേഴ്സ് ആകട്ടെ, പേരൻസ് ആകട്ടെ, ആരുമാകട്ടെ, കുഞ്ഞുങ്ങളുടെ സമാധാനത്തെ കെടുത്തുന്നവരാകരുത്. അപ്പോൾ ഈ വചനം ഏതാണ്? ഏഷ്യ 54:13 ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കണം. നിന്റെ മക്കളെല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും നിന്റെ മക്കളുടെ സമാധാനം വലിയതുമായിരിക്കും. അത് നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഇനി അടുത്തത് എന്താണ്? ഏഷ്യ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യമാണ്. അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. എല്ലാവരും രാവിലെ എഴുന്നേറ്റിട്ട് അങ്ങനെ ഒരു വചനം പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിന് മുൻപത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇത് നമ്മൾ പ്രത്യേകിച്ച് പിള്ളേരുടെ തലയിലും കൈവച്ച്, അല്ലെങ്കിൽ അവരെ കൈവച്ച് അനുഗ്രഹിച്ച് ആ വചനം പറയണം. അതുകൂടാതെ അവരെയും കൊണ്ട് തന്നെ തലയെ കൈവപ്പിച്ച് നമ്മൾ ഈ വചനം അവരെയും കൊണ്ട് പറയിപ്പിക്കുവാൻ ശ്രമിക്കുക. ഏതാണ്? അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും, അല്ലേ? അത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? അവൻ്റെ മേൽ എന്ന് പറയുന്നതിന് പകരം നമ്മളുടെ ആ കുഞ്ഞുങ്ങളുടെ പേരങ്ങ് പറയുക. എന്നിട്ട് ആ കുഞ്ഞുങ്ങളുടെ പേര് പറഞ്ഞിട്ട് ഇന്ന ആ കുഞ്ഞിൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കട്ടെ, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ. അപ്പോൾ ഈ വചനം പറഞ്ഞ് നമ്മൾ എല്ലാ ദിവസവും എഴുന്നേൽക്കുമ്പോൾ തന്നെ ഈ വചനം നമ്മളും അവരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കണം. അതുകൂടാതെ അവരെയും കൊണ്ട് തലയിൽ കൈവപ്പിച്ചിട്ട് ഈ വചനം നമ്മൾ പറയിപ്പിക്കണം. എന്നിട്ടേ നമ്മൾ രാവിലത്തെ ഒരു ദിവസത്തിൻ്റെ അവരുടെ പ്രവർത്തനങ്ങൾ ഇത് നമ്മളെല്ലാവരും പറയേണ്ടതാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ പിള്ളേരുടേതാണല്ലോ പറയുന്നത്, അതുകൊണ്ട് ഞാൻ പിള്ളേരുടേതെന്ന് പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് അവരുടെ തലയിൽ കൈവച്ചു. കാരണം അവർക്കല്ലേ ജ്ഞാനത്തിൻ്റെ വിവേകത്തിൻ്റെയും ആത്മാവ് വേണം, ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ് വേണം, പരിജ്ഞാനത്തിൻ്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് വേണം. അത് ഇമ്പോർട്ടൻ്റ് ആണല്ലേ. യഹോവ ഭക്തിയുടെ ആത്മാവ് ഉണ്ടെങ്കിൽ അവർക്ക് നല്ല കുഞ്ഞുങ്ങളായിട്ട് വളരുവാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ ഈ വചനങ്ങളൊക്കെ വെച്ച്, ഇത് ഞാൻ കുറച്ച് വചനങ്ങൾ പറഞ്ഞെന്നുള്ളൂ. ഒത്തിരി വചനങ്ങളുണ്ട്. നിങ്ങൾക്കതിനെക്കുറിച്ച് അറിയാവുന്ന വചനങ്ങളൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ കൂട്ടി വെച്ചിട്ട് നിങ്ങളത് വെച്ച് പ്രാർത്ഥിക്കണം. വചനം വെച്ച് വചനം അയച്ച് പ്രാർത്ഥിക്കണം. വചനം എന്താണ്? ഇരുവായ്ത്തിലുള്ള മൂർച്ചയേറിയ വാളാണല്ലേ. അപ്പോൾ ആ വചനം വെച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അല്ല ദൈവമക്കളെ, പ്രിയപ്പെട്ടവരെ. ഈ വചനത്തിന് ഭയങ്കര ശക്തിയാണ് കേട്ടോ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മളത് റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയുമ്പോൾ, ഈ പിശാചെന്ന് പറയുന്നവന് അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. വചനം റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. അന്തരീക്ഷ മണ്ഡലത്തിൽ ഭയങ്കര യുദ്ധം അതിൻ്റെ മേൽ നടക്കും. അവൻ അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. വചനം കേൾക്കുമ്പോൾ പിശാചിന് ഇരിക്കാൻ പറ്റത്തില്ല. നമ്മൾക്കത് ഒരു വചനമായിട്ടാണ് തോന്നുന്നതെങ്കിൽ വചനം ദൈവമാണ്, അത് വാളാണ്. അപ്പോൾ ഈ വാള് കാണുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾക്കറിയാം വാള് കാണുമ്പോൾ നമ്മളെ വിറയ്ക്കുമല്ലേ എന്ന് പറയുന്നത് പോലെ പിശാചി വചനമാകുന്ന വാള് കാണുമ്പോൾ അവൻ വിറച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് വചനം നമ്മൾ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഇത്രയും വചനങ്ങൾ ഞാൻ പറഞ്ഞു. ഇനിയും നിങ്ങൾ കണ്ടുപിടിച്ച് വചനങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഇനിയും ഒരുപാട് വചനങ്ങളുണ്ട്. എല്ലാം പറയാൻ പോയാൽ വീഡിയോ നീണ്ടുപോകും, നിങ്ങൾ സ്കിപ്പ് അടിച്ചു പോകും. ഓക്കെ, അതുകൊണ്ട് വചനങ്ങൾ കണ്ടുപിടിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. ഈ ദിവസങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം ഇന്ന് സ്കൂളുകളിലാണെങ്കിലും ടീച്ചേഴ്സും ഒക്കെ സ്ട്രെസ്സിൻ്റെ പുറത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്താണ്, സ്ട്രെസ്സാണ്, അവർക്കും സ്ട്രെസ്സാണ്. അതുകൊണ്ട് ഇതെല്ലാം കുഞ്ഞുങ്ങളാണ് അതിന് വില കൊടുക്കേണ്ടി വരേണ്ടത്. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചാൽ നമ്മൾക്ക് ദുഃഖിക്കേണ്ടി വരത്തില്ല. ദൈവം സംരക്ഷണം കൊടുക്കുക തന്നെ ചെയ്യും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.